നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഫാസ്റ്റ് ചാലക്കുടി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെന്റലിസ്റ്റ് അനന്തുല്ലായ് പരിപാടിയുടെ ആദ്യ കോംപ്ലിമെന്ററി ടിക്കറ്റിന്റെ വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ റെക്കോർഡ് നേട്ടമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. ഡ്രൈവിംഗ് ലേണേഴ്സ് പരീക്ഷയ്ക്കായി അപേക്ഷകർക്ക് ഇനി സ്മാർട്ട് ഫോണും ഉപയോഗിക്കാം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും കർശനമായ ചെലവ് ചുരുക്കലുകൾ വേണ്ടിവരുമെന്നും ധനവകുപ്പ്. കേൾക്കാത്ത ആരോഗ്യങ്ങൾക്ക് മീതെ സുകന്യയുടെ ക്രിക്കറ്റ് ആവേശം കളയാതെ കാത്തുസൂക്ഷിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. അതിന് പോകാൻ വന്നപ്പോൾ നീതിശിരത്ത് വെച്ച് ഒരു കാറ് വന്ന് വണ്ടിയുടെ ഹാൻഡിലുമ മുട്ടി. ഹാൻഡിൽ മുട്ടിയപ്പോൾ വണ്ടി മറിഞ്ഞ് വണ്ടി അങ്ങോട്ട് നിരങ്ങി അങ്ങോട്ട്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ് കരിപ്പായി അധ്യക്ഷത വഹിച്ചു. 8ാമത് കലാഭവൻ മണി പുരസ്കാരം ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു കലാഭവൻ ജോഷിക്ക് സമ്മാനിച്ചു. സ്ഥാനാരോഹണ ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ MD ഇഗ്നേഷ്യസ് നിർവഹിച്ചു. PV നളൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചാലക്കുടി നഗരസഭ LDF പാർലമെന്റ് പാർട്ടി ലീഡർ ജിൽ ആന്റണി നിർവഹിച്ചു. DG ഇലക്ടഡ് തോമസ് VK, വ്യാപാരി വ്യവസായി ചാലക്കുടി യൂണിയൻ പ്രസിഡന്റ് MP ഡേവിസ്, പാസ്റ്റ് DG ജോഷി പുത്തിരിക്കൽ, മെൻഡസ് കണ്ണൂക്കാടൻ, EK മിനോജ്, ജോൺ ആലുക്കാരൻ, ബൈജു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സാമ്പത്തികമായ പ്രയാസം അടക്കമുള്ള ജ്ഞാനപരായ കുടുംബത്തിന് വളരെ മനോഹരമായിട്ടുള്ള വീട് വെച്ച് കൊടുക്കുകയാണ് നോക്കുകയാണ്. സാധാരണ ചെയ്യുന്നവരുടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ഞാൻ പരിപാടിയിൽ തിരഞ്ഞെടുപ്പുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തനങ്ങൾ നടത്തി. ഫാസ്റ്റ് ചാലക്കുടി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെന്റലിസ്റ്റ് അനന്തുല്ലായ് പരിപാടിയുടെ ആദ്യ കോംപ്ലിമെന്ററി ടിക്കറ്റിന്റെ വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു. ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഫാസ്റ്റ് ചാലക്കുടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എസ് ചിറേത്ത് അധ്യക്ഷത വഹിച്ചു. ആദ്യ കോംപ്ലിമെന്ററി ടിക്കറ്റ് ശ്രീ ജോർജ് ടി മാത്യുവിന് നൽകി. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾക്ക് ജനപങ്കാളിത്തം ഉറപ്പാക്കണമെന്നും കലാ സാംസ്കാരിക രംഗത്ത് ഇത്തരം സംരംഭങ്ങൾ സമൂഹത്തിന് പ്രചോദനമാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. യോഗത്തിൽ P സുന്ദർദാസ്, KA ഉണ്ണികൃഷ്ണൻ, അനമനട ബാബുരാജ് മാഷ്, ടോണി P തോമസ്, MK അഗസ്റ്റിൻ, ലോനപ്പൻ പുല്ലൻ എന്നിവർ സംസാരിച്ചു. ഫാസ്റ്റ് ചാലക്കുടിയുടെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെന്റലിസ്റ്റ് അനന്തുല്ലായ് പരിപാടി ഓഗസ്റ്റ് 22-ന് ചാലക്കുടി ടൗൺ ഹാളിൽ നടക്കും. പ്രശസ്ത മെന്റലിസ്റ്റ് അനന്തു അവതരിപ്പിക്കുന്ന പരിപാടി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരിക്കും. പൂലാനി നവമാറ്റുലി കുട്ടി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വീടുകളിൽ കുട്ടി ലൈബ്രറി പദ്ധതിയിലേക്ക് കുട്ടി ലൈബ്രറി അംഗം 40 പുസ്തകങ്ങൾ കൈമാറി.
അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിലെ കോടതി ജീവനക്കാരനായ KV ശരത് തന്റെ ഓഫീസിലെ സഹപ്രവർത്തകരിൽ നിന്നും ശേഖരിച്ച 40 പുസ്തകങ്ങളാണ് നവമാറ്റുലിക്കുട്ടി ലൈബ്രറിയിലേക്ക് കൈമാറിയത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ റെക്കോർഡ് നേട്ടമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. 1,00,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്ന പദ്ധതിയാണ് റെക്കോർഡ് ലക്ഷ്യം നേടിയത്. 1,00,000 കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. അതിൽ 1,353 അപേക്ഷകൾ മതിയായ രേഖകൾ ഹാജരാക്കാൻ തിരിച്ചു നൽകി. 2011 എണ്ണം നിരസിച്ചു. പുതിയ 73,024 മുൻഗണനാ കാർഡുകാർക്കും ഓഗസ്റ്റ് 3 മുതൽ സൗജന്യ റേഷൻ നൽകി തുടങ്ങും. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 4,068 കിലോ ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ചിട്ടുണ്ട്. അടുത്ത മാസം 1 മുതൽ എല്ലാ റേഷൻ കടകളിലും മണ്ണെണ്ണ ഉറപ്പുവരുത്താൻ മന്ത്രി നിർദ്ദേശിച്ചു. റേഷൻ വാതിൽപ്പടി ലോറിക്കാരുമായി കരാർ പുതുക്കൽ പരിഗണനയിലുണ്ട്. അവർക്ക് നൽകാനുള്ള കുടിശ്ശിക വൈകാതെ തീർക്കും. സെപ്റ്റംബറിൽ പുതിയ ടെൻഡർ ആലോചിക്കും. വിതരണത്തിനായി സ്പെഷ്യൽ അരി അടുത്ത മാസം 10-നകം റേഷൻ കടകളിലേക്ക് നൽകും. ഓണക്കാലത്ത് സുഗമമായി പൊതുവിതരണം ഉറപ്പാക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഡ്രൈവിംഗ് ലേണേഴ്സ് പരീക്ഷയ്ക്കായി അപേക്ഷകർക്ക് ഇനി സ്മാർട്ട് ഫോണും ഉപയോഗിക്കാം. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതി നൽകി. ഓഫീസുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും ടെസ്റ്റ്. MVD ലീഡ്സ് മൊബൈൽ ആപ്പാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപേക്ഷകരുടെ മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം ഇതിലുണ്ട്. ലേണേഴ്സ് ലൈസൻസിന് 3 മാസത്തോളം കാത്തിരിക്കേണ്ട സ്ഥിതി ഒഴിവാക്കാൻ 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 ദിവസം ലേണേഴ്സ് ടെസ്റ്റ് നടത്തും. അപേക്ഷിക്കുന്നവർക്ക് 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റിന് അവസരം ലഭിക്കാനാണ് ഈ മാറ്റം. ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുന്നവർക്ക് 30 ദിവസത്തിനുള്ളിലും തോറ്റവർക്ക് 8 ദിവസത്തിനുള്ളിലും അവസരം ലഭിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കാനാണ് ശ്രമം. കാത്തിരിപ്പ് ഒഴിവാക്കാൻ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു ദിവസം 40-ന് പകരം 50 ടെസ്റ്റുകൾ നടത്താനും സർക്കാർ അനുമതി നൽകി. 3 മാസത്തേക്ക് എല്ലാ ഓഫീസുകളിലും ആഴ്ചയിൽ 5 ദിവസവും ടെസ്റ്റ് നടത്തും. പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപേക്ഷകരുടെ എണ്ണവും പുനഃക്രമീകരിച്ചു. 28 പുതിയ അപേക്ഷകർക്കും 20 പരാജയപ്പെട്ടവർക്കും വിദേശ പഠനത്തിന് പോകുന്ന 2 വിദ്യാർത്ഥികൾക്കും അവസരം നൽകും. മേൽനോട്ടം വഹിക്കാൻ ഇൻസ്പെക്ടർമാരില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റിൽ നിന്ന് നിയോഗിക്കാനും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശിച്ചു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും കർശനമായ ചെലവ് ചുരുക്കലുകൾ വേണ്ടിവരുമെന്നും ധനവകുപ്പ്. മോട്ടോർ വാഹന വകുപ്പ് ശമ്പള ചെലവുകൾ കൃത്യമായി കണക്കാക്കണം. പ്രതിസന്ധി കണക്കിലെടുത്ത് കടുത്ത അച്ചടക്കം പാലിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനും വിവിധ വകുപ്പുകൾക്ക് അയച്ച സർക്കുലറിൽ സംസ്ഥാന ധനവകുപ്പ് നിർദ്ദേശിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കാൻ നൽകിയ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ലാഭകരമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കണം. മാറ്റിവെക്കാവുന്ന അറ്റകുറ്റപ്പണി ചെലവുകളും തൽക്കാലം ഒഴിവാക്കണം. ഈ വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റ് തുക യഥാർത്ഥ ബജറ്റ് തുകയേക്കാൾ കൂടാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശമ്പളം ഒഴികെയുള്ള പദ്ധതി ഇതര ചെലവുകൾക്ക് ഈ വർഷത്തെ അതേ നിരക്കുകൾ തന്നെയായിരിക്കണം അടുത്ത വർഷത്തേക്കും നിശ്ചയിക്കേണ്ടത്. പദ്ധതികൾ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന അധിക ജീവനക്കാരെ പിരിച്ചുവിടേണ്ട. പകരം അവരെ ഭാവിയിൽ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് പുനർവിന്യസിക്കുന്നതിനായി വകുപ്പുകൾ പ്രത്യേകം പട്ടിക തയ്യാറാക്കണം. റവന്യൂ വരുമാനം വേഗത്തിൽ സമാഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ വകുപ്പുകൾ സമർപ്പിക്കണം. ഈ വർഷത്തെ നികുതി ഇതര കുടിശ്ശികയുടെ കൃത്യമായ കണക്കുകളും അവ ഈടാക്കാൻ സ്വീകരിച്ച നടപടികളും അറിയിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേൾക്കാത്ത ആരവങ്ങൾക്കുമീതെ സുകന്യയുടെ ക്രിക്കറ്റ് ആവേശം കളയാതെ കാത്തുസൂക്ഷിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. ഏറെ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് സ്വന്തം രാജ്യത്തിനു വേണ്ടി കളിച്ച് വിജയവുമായി വന്ന ബദിര മോഗ ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റനായ KS സുകന്യയെ ക്രിക്കറ്റിന്റെ ആവേശം കളയാതെ ക്രിക്കറ്റ് കളിക്കാൻ പ്രാപ്തനാക്കിയത് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ സന്തോഷ് കുമാറാണ്. ശ്രീലങ്കയ്ക്ക് കളിക്കാൻ പോകുവാൻ പേപ്പറുകളെല്ലാം ശരിയാക്കുന്നതിന് അങ്കമാലിക്ക് വരുമ്പോൾ മലയാറ്റൂർ നീലേശ്വരത്ത് വെച്ച് ഒരു കാർ സുകന്യയുടെ സ്കൂട്ടറിൽ ഇടിക്കുകയും കൈക്കും കാലിന്റെ ചിരട്ടയുടെ താഴെ ഗുരുതരമായ പരിക്ക് പറ്റുകയും ചെയ്തു.
ക്രിക്കറ്റ് കളിക്കാൻ പോകുവാൻ സാധിക്കുമോ എന്ന ആശങ്കയിലിരിക്കുമ്പോൾ സുകന്യയ്ക്കും കുടുംബത്തിനും ആശ്വാസവും ധൈര്യവും നൽകി ക്രിക്കറ്റ് കളിക്കാൻ പ്രാപ്തനാക്കിയ ഡോക്ടർ സന്തോഷ് കുമാറിനെ കാണാൻ സുകന്യ കുടുംബത്തോടൊപ്പം എത്തി. ശ്രീലങ്കയിൽ പര്യടനം നടത്തിയ ബധിര മൂക വനിതാ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ KS സുകന്യ അവിടെ മത്സരിച്ച 5 മത്സരങ്ങളിലും ഇന്ത്യയെ ജയിപ്പിച്ചു. ചെറുപ്പം മുതലേ ക്രിക്കറ്റിൽ തൽപരയായിരുന്ന സുകന്യ മാണിക്യമംഗലം ഓറൽ സ്കൂൾ ഫോർ ഡഫിൽ ആയിരുന്നു +2 വരെ പഠനം. ആശുപത്രിയിലെത്തിയ സുകന്യയെ ഡോക്ടർ സന്തോഷ് കുമാർ, ഡോക്ടർ അജോ, ഡയറക്ടർ ഫാദർ ജേക്കബ് G. പാലക്കാപ്പള്ളി, ഫാദർ സെബാസ്റ്റ്യൻ കല്ലറക്കൽ എന്നിവർ ചേർന്ന് പൂക്കൾ നൽകി സ്വീകരിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. മലയാറ്റൂർ കിഴക്കുംപുറത്തുകൂടി സുകുമാരന്റെയും രമയുടെയും മകളായ സുകന്യ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട്. ഭർത്താവ് കോട്ടയം സ്വദേശി രാജേഷും മൂകബധിരനാണ്. ഒരു മകളുണ്ട്, ആത്മീയ. അങ്കമാലിക്ക് വന്നതാണ് ശ്രീലങ്കയ്ക്ക് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേപ്പറുകളൊക്കെ ശരിയാക്കണമല്ലോ പോകണമെങ്കിൽ. അതിന് പോകാൻ വന്നപ്പോൾ നീലീശ്വരത്ത് വെച്ച് ഒരു കാറ് വന്ന് വണ്ടിയുടെ ഹാൻഡിൽ മുട്ടി കഴിഞ്ഞപ്പോൾ വണ്ടി മറിഞ്ഞ് വണ്ടി അങ്ങോട്ട് നിരങ്ങി അങ്ങോട്ട് പോയി. കൈയുടെ മൊത്തം ഇവിടെ നിന്ന് അങ്ങോട്ട് തൊലി പോയി. കാലിൻ്റെ ചിരട്ടയുടെ താഴെ വെച്ച് അങ്ങോട്ട് പൊളിഞ്ഞു പോയി. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വണ്ടി ചെറുതായിട്ട് മുട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല, അങ്കമാലി LF-ലേക്ക് ഞങ്ങൾ പോവാണ്, അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ഡോക്ടർ സന്തോഷ് സാറ് ഇത് ചെയ്ത് ഞാൻ സന്തോഷ് സാറിനോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ കളിക്കാൻ പോകാനുള്ളതാണ്. അപ്പോൾ സന്തോഷ് സാർ എനിക്കൊരു ബലം തന്നു, അത് കുഴപ്പമില്ല, ശരിയാക്കി തരാം, എല്ലാം ശരിയാവും എന്ന് എന്നോട് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ സമാധാനമായത്. എനിക്ക് ഇപ്പോൾ കളിച്ച് ജയിച്ചു വന്നതിൻ്റെ കാരണക്കാരൻ സന്തോഷ് സാറാണ്. ആക്സിഡൻറ്റ് പറ്റിയിട്ട് സുകന്യ കാഷ്വാലിറ്റി വന്നപ്പോൾ എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം പേഷ്യൻറ്റിനെ കണ്ടപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, സുകന്യ ക്രിക്കറ്റിന് വേണ്ടി സെലക്ട് ആയേക്കാണ്, ഇന്ത്യൻ ടീമിന് വേണ്ടി സെലക്ട് ആയേക്കുവാണ്. അപ്പോൾ 2 മാസത്തിൽ അവർക്ക് ഇൻ്റർനാഷണൽ ഒരു ടീം കളിയുണ്ട്, ശ്രീലങ്കയിൽ പോകണം എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. അത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇഞ്ചറി സാധാരണക്കാരന് ഇഞ്ചറി കുഴപ്പമില്ല, പക്ഷേ പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്മീഡിയറ്റ്ലി ആവശ്യമുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് മുട്ടിൻ്റെ ഭാഗത്താണ് പരിക്ക് പറ്റിയത്. അവിടുത്തെ ദശകളൊക്കെ ഒന്ന് ചതഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുത്തായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം ഉള്ളൊരു സന്ദർഭമാണ്. സുകന്യ ഇന്ത്യയുടെ കളിക്കാരിയാണ്. ഇന്ത്യൻ ഡഫ് ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് സുകന്യ. ഇൻ്റർനാഷണൽ ഡഫ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ശ്രീലങ്കയിലേക്ക് പോകാനൊരുങ്ങുന്ന സന്ദർഭത്തിലാണ് സുകന്യയ്ക്ക് ഒരു ആക്സിഡൻറ്റ് മലയാറ്റൂർ നീലീശ്വരത്ത് വെച്ച് സംഭവിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരപ്പെട്ട സുകന്യയെ നോക്കുന്നത് ഡോക്ടർ സന്തോഷാണ്. ഡോക്ടർ സന്തോഷ് ഇവിടുത്തെ പ്ലാസ്റ്റിക് സർജനാണ്. പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ സന്തോഷിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് സുകന്യ വരുമ്പോൾ സുകന്യയ്ക്ക് സ്വതവേയുള്ള ഒരു ആത്മധൈര്യവും, സുകന്യ ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന രീതിയിൽ വളരെ അഭിമാനത്തോടുകൂടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള ആ താല്പര്യവും ഒക്കെ മനസ്സിലുണ്ട് എന്ന് ഡോക്ടറിനെ കണ്ടു. അതുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ ചികിത്സ വളരെ ഫലപ്രദമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ സുകന്യയുടെ ഒരു ആത്മധൈര്യവും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നതിലുള്ള അവളുടെ അഭിമാനബോധവും ഒക്കെ ഈ അവസ്ഥയെ അതിജീവിക്കാനായിട്ട് സഹായകരമായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യയുടെ അഭിമാനമായ ഒരു ക്രിക്കറ്റ് താരത്തെ അവരുടെ ഒരു കരിയറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തടസ്സമാകുമായിരുന്ന ഒരു ആക്സിഡൻറ്റിൽ അവരെ കൈപിടിച്ച് ഉയർത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യം. ഈ ഓപ്പറേഷനെല്ലാം ശേഷം സുകന്യ ശ്രീലങ്കയിൽ പോയി ഇന്ത്യക്ക് വേണ്ടി ഡഫ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് വേണ്ടി കപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. നമ്മളീ പറയുന്നതൊന്നും സുകന്യയ്ക്ക് കേൾക്കാം.
മൂക്കന്നൂർ പറമ്പയം വിജോപുരം സെന്റ് ജോസഫ് പള്ളിയിലെ പാരിഷാളിൽ സൂക്ഷിച്ചിരുന്ന കസേരകളും മറ്റ് സാധന സാമഗ്രികളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. പള്ളിയുടെ പാരിഷ് ഹാൾ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. ഇത് സംബന്ധിച്ച് പള്ളി അധികൃതർ അങ്കമാലി പോലീസിൽ പരാതി നൽകി. നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയവരെ കണ്ടെത്തുമെന്നും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പള്ളി അധികൃതർ അറിയിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പോൾ പി മാസ്റ്റർ, ഉഷ ആന്റണി എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ആളൂർ കാൽവരിക്കുന്ന് പള്ളിക്കടുത്തുള്ള റെയിൽവേ ലൈനിൽ ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ വയോധികനെ ആളൂർ പോലീസ് സംഘം സമയോചിതമായി ഇടപെട്ട് ആശുപത്രിയിലെത്തിച്ചു. പൂക്കാട്ടുപടി ദേശം മരവട്ടിക്കൽ വീട്ടിൽ 61 വയസ്സുള്ള ഇക്ബാലിനാണ് പരിക്കേറ്റത്. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ അപസ്മാരം വന്നതിനെ തുടർന്നോ മറ്റോ ആണ് ഇക്ബാൽ പുറത്തേക്ക് വീണതെന്ന് കരുതുന്നു. സംഭവം അറിഞ്ഞ് നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗ്രേഡ് SI ജെയ്സൺ, CPOമാരായ രാകേഷ്, അനൂപ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘം ഉടൻ സ്ഥലത്തെത്തുകയും റെയിൽവേ ലൈനിന് സമീപത്ത് നടത്തിയ തെരച്ചിലിൽ ഇക്ബാലിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയുമായിരുന്നു. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇക്ബാലിനെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ആദ്യം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. പോലീസിന്റെ കൃത്യസമയത്തെ ഇടപെടലിനെ തുടർന്ന് ചികിത്സയിലുള്ള ഇയാൾ സുഖം പ്രാപിച്ചു വരികയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നത്. ജാഗ്രതയുടെ ഭാഗമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരപ്രദേശങ്ങളിലും സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദമാണ് തീവ്രമായത്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും മണിക്കൂറുകളിൽ വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. തുടർന്ന് ഇന്ന് വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്ത് പാരാദ്വീപിനും സാഗർ ദ്വീപിനും ഇടയിലായി കരയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ പ്രവചിക്കുന്നത്. ചൊവ്വാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊറിയർ, പാഴ്സൽ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തിവരുന്ന സംഘത്തിലെ പ്രധാന പ്രതിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തൊടുപുഴ ഒളമറ്റം സ്വദേശി ചെറ്റാരിക്കൽ വീട്ടിൽ 25 വയസ്സുള്ള അലൻ മാത്യു ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരി 24 വൈകിട്ട് 5:30 കൊമ്പിടിഞ്ഞാമാക്കൽ വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6 കിലോ 50 ഗ്രാം കഞ്ചാവുമായി ചാലക്കുടി മൂഞ്ഞേലി അമ്പൂക്കൻ വീട്ടിൽ 28 വയസ്സുള്ള ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് ചില്ലായി വീട്ടിൽ ഷൈൻ, 25 വയസ്സുള്ള ഷിജു എന്നിവരെ ആളൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പിടിക്കപ്പെടാതിരിക്കാൻ വെർച്വൽ നമ്പറുകൾ ഉപയോഗിച്ച് ബന്ധപ്പെട്ട് കൊറിയർ വഴി 6 കിലോ 50 ഗ്രാം കഞ്ചാവ് എത്തിച്ചു നൽകിയത് അലൻ മാത്യു ആണെന്ന് പോലീസ് കണ്ടെത്തിയത്. മാസങ്ങളായി അന്യ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ നാട്ടിലെത്തിയ വിവരമറിഞ്ഞ് തൊടുപുഴ പോലീസിന്റെ സഹായത്തോടെയാണ് ആളൂർ പോലീസ് പിടികൂടിയത്. അലൻ മാത്യു മുട്ടം, കളമശ്ശേരി, കുളമാവ്, രാജാക്കാട്, അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലും ലഹരി ഉപയോഗിച്ച് മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ച 2 കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക പ്രവൃത്തി ചെയ്ത 1 കേസിലുമടക്കം 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് ASI മിനിമോൾ, CPOമാരായ ലിജു ആന്റണി, അരുൺ, ഹരികൃഷ്ണൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. പബ്ലിക് എക്സാമിനേഷൻസ് അമൈൻമെന്റ് ബിൽ എന്ന പേരിലുള്ള ബിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിനിടെയായിരുന്നു ബിൽ അവതരണം. പ്രതിപക്ഷവും രാജ്യത്തെ യുവാക്കളും ആവശ്യപ്പെട്ട ബില്ലാണ് സർക്കാർ അവതരിപ്പിക്കുന്നതെന്നും പ്രതിപക്ഷം ഈ ബില്ലുമായി സഹകരിക്കണമെന്നും സ്പീക്കർ അഭ്യർത്ഥിച്ചു. തുടർന്ന് ശബ്ദ വോട്ടോടെ ബിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകി. ബില്ലിന്മേൽ 1 മണിവരെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാമെന്ന് സ്പീക്കർ ഓം ബിർള
അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ബില്ലാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളെല്ലാം സഭയിൽ വെക്കാവുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെ പോലീസ് നടത്തിയ ആക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. ജനാധിപത്യത്തിന്റെ മാതാവ് എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. എന്നാൽ രാജ്യ തലസ്ഥാനത്ത് നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുടെ രക്തം ഒഴുകിയെന്ന് രാജ്യസഭയിൽ CPM നേതാവ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ബഹളം രൂക്ഷമായതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നടപടികൾ നിർത്തിവെച്ചു. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറയും വരെ പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറഞ്ഞു. സർക്കാർ അവതരിപ്പിക്കുന്ന ബിൽ സുഗന്ധ തൈലം പൂശൽ മാത്രമാണെന്നും വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പരിഷ്കരണം കൊണ്ടുവരുന്നതിൽ BJP സർക്കാർ പരാജയപ്പെട്ടെന്നും കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയി അഭിപ്രായപ്പെട്ടു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ ചോദ്യപേപ്പർ ചോർത്തുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അതിവേഗ വിചാരണ ഉറപ്പാക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും ഉൾപ്പെടെയുള്ള കടുത്ത വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത്. വിചാരണയ്ക്കായി അതിവേഗ കോടതികൾ സ്ഥാപിക്കും. കേസുകളിൽ 3 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കണമെന്നും ബില്ലിൽ നിർദ്ദേശിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഫാസ്റ്റ് ചാലക്കുടി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെന്റലിസ്റ്റ് അനന്തുല്ലായ് പരിപാടിയുടെ ആദ്യ കോംപ്ലിമെന്ററി ടിക്കറ്റിന്റെ വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ റെക്കോർഡ് നേട്ടമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. ഡ്രൈവിംഗ് ലേണേഴ്സ് പരീക്ഷയ്ക്കായി അപേക്ഷകർക്ക് ഇനി സ്മാർട്ട് ഫോണും ഉപയോഗിക്കാം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും കർശനമായ ചെലവ് ചുരുക്കലുകൾ വേണ്ടിവരുമെന്നും ധനവകുപ്പ്. കേൾക്കാത്ത ആരോഗ്യങ്ങൾക്ക് മീതെ സുകന്യയുടെ ക്രിക്കറ്റ് ആവേശം കളയാതെ കാത്തു സൂക്ഷിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. അതിന് പോകാൻ വന്നപ്പോൾ നീലി ചെറുത്ത് വെച്ച് ഒരു കാറ് വന്ന് വണ്ടിയുടെ ഹാൻഡിലുമ മുട്ടി. ഹാൻഡിൽ മുട്ടി കഴിയുമ്പോൾ വണ്ടി മറിഞ്ഞ് വണ്ടി അങ്ങോട്ട് നിരങ്ങി അങ്ങോട്ട്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.